അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇതിന് ഞങ്ങൾ ബിരിയാണി ചമ്മന്തി എന്നാണ് പറയുന്നത്. ഇത് ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ, സാദാ ചോറിൻ്റെ കൂടെ, അതുപോലെ ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട ചമ്മന്തിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. 2 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരമുറി തേങ്ങയുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയിലയും ഒരു 1/4 പിടി പുതിനയിലയും ഉണ്ട്. പുതിനയില മല്ലിയിലേൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഉപ്പും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർക്കാം. മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്. ഈ പച്ചമുളകിന് ഒരുപാട് എരിവൊന്നുമില്ല. പിന്നെ കറിവേപ്പില ചേർക്കാം, ഇഞ്ചി ചേർക്കാം. ഇനി നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. നല്ല നീരുള്ള നാരങ്ങയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാണ്ട് അടിച്ചെടുക്കാൻ നോക്കുക, അപ്പോഴാണ് ടേസ്റ്റ്. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. കണ്ടോ, ഞാനിതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം ചേർത്താൽ അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില ആൾക്കാർ ഈ ചമ്മന്തിക്കകത്തോട്ട് കുറച്ച് തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. സാദാ ചോറിൻ്റെ കൂടെയും അതുപോലെ നമ്മുടെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാലും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങളൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയായിട്ട് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.